ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ, ഒരു ഹാർട്ട് ബീറ്റ് ചെറുതായിട്ടൊന്ന് ഫാസ്റ്റ് ആവാറുണ്ട് അല്ലേ? എനിക്കും അങ്ങനെ ആവാറുണ്ടായിരുന്നു. സോ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുമ്പം പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പറയാറുണ്ട് അല്ലേ? ശരിക്കും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഒരു കഥ പോലെ നീണ്ടു പറഞ്ഞു പോകേണ്ടെന്ന് ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റിന്റെ ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും സെൽഫ് ഇൻട്രൊഡക്ഷൻ ഷുഡ് ഓൾവേസ് ബി 60 to 90 സെക്കൻഡ്. അതിന് മുകളിലേക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടെന്ന് ആവശ്യമില്ല. ബിക്കോസ് നമുക്കറിയാം, നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നമ്മളുടെ റെസ്യൂമെ ഓൾറെഡി അവരുടെ കയ്യിലുണ്ടായിരിക്കും. സോ അവർക്ക് നമ്മളെക്കുറിച്ചുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓൾറെഡി ഉണ്ട്. നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഒരു വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ട്. അതിനെ നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടി നമ്മുടെ ഇന്റർവ്യൂവിന്റെ ആ ഒരു ടൈം കളയേണ്ടെന്ന് ആവശ്യമില്ല. ഓക്കെ. ഇനി സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയുമ്പം ഇതിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. പാർട്ട് 1 എന്ന് പറയുന്നത് ഹു ആം ഐ. നമ്മൾ ഇന്റർവ്യൂറിന് പറയുകയാണ്, ഒരു വളരെ ചുരുക്കത്തിൽ 2 or 3 സെന്റൻസിൽ നമുക്ക് പറയാം നമ്മളെക്കുറിച്ചുള്ള, നമ്മൾ ആരാണെന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഡെഫിനറ്റ്ലി യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് യുവർ നെയിം. പിന്നെ നമ്മൾ ഈ പറയണ കാര്യങ്ങൾ എപ്പോഴും സെൽഫ് ഇൻട്രൊഡക്ഷൻ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിഹേവിയർ മൊത്തത്തിൽ ഷോക്കേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം പറയുന്നത്. അല്ലാതെ വളരെ ലോ വോയിസിൽ നമ്മൾ ഐ കോണ്ടാക്ട് കൊടുക്കാതെ എവിടെയെങ്കിലും നോക്കിയിരുന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിലും ഫ്രഷർ ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് പോർഷനിൽ നിങ്ങൾക്ക് ഹു ആം ഐ എന്നുള്ളത് ഒരു 2 or 3 സെന്റൻസിൽ പറയാം. ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ എങ്ങനെ പറയാം? നമുക്ക് നിങ്ങളുടെ നെയിം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഐ ഹാവ് 9 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ സോ ആൻഡ് സോ ഇൻഡസ്ട്രി. അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിന് എങ്ങനെയാണെന്ന്. ഇതുപോലെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ജസ്റ്റ് വിഷ് ചെയ്യുക, നിങ്ങളുടെ പേര് പറയുക, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണ്ട്, കറന്റ് പൊസിഷൻ എന്താണ്, അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിന്റെ പാർട്ട് 1 കംപ്ലീറ്റ് ആയി. ഓക്കെ. ഇനി ഇതേ സമയത്ത് നമുക്കൊരു ഫ്രഷർ ആണെങ്കിൽ എങ്ങനെ പറയാം? ഫ്രഷർക്കാണെങ്കിലും ഡെഫിനറ്റ്ലി നമുക്ക് വിഷ് ചെയ്യാം, നമ്മളുടെ പേര് പറയാം, റീസെന്റ് പാസ് ഔട്ട് ആയി, ഏത് കോഴ്സിൽ നിന്നാണ് നിങ്ങൾ പാസ് ഔട്ട് ആയത്, ഏത് കോളേജിൽ നിന്നാണ്. നിങ്ങളുടെ കോളേജ് ഒരു tier 1 അല്ലെങ്കിൽ ഒരു tier 2 കോളേജ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ മെൻഷൻ ദാറ്റ് കോളേജ് നെയിം. ഓക്കെ. പിന്നെ വരുന്നത് നിങ്ങളുടെ ഈ കോഴ്സിൽ എന്ത് കാര്യങ്ങളാണ് പഠിച്ചതെന്നുള്ളത് 1 or 2 സെന്റൻസ്. അത്രയും പറഞ്ഞ പാർട്ട് 1 നമുക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ. ഇനി നമുക്ക് പാർട്ട് 2ലേക്ക് പോകാം. പാർട്ട് 2ലേക്ക് പോകുമ്പോൾ നിങ്ങൾ പറയേണ്ടുന്നത് എപ്പോഴും നിങ്ങളുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചാണ്. നിങ്ങളുടെ കറന്റ് ജോബിലെ നിങ്ങളുടെ അച്ചീവ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ഈ പാസ്റ്റ് ഇത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്തത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മളുടെ കറന്റ് എക്സ്പീരിയൻസിലാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതോ ഫസ്റ്റ് എക്സ്പീരിയൻസ് മുതലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് യുവർ കറന്റ് എക്സ്പീരിയൻസ്. അറ്റ് ദ മൊമെന്റ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് നിങ്ങൾ പറഞ്ഞു തുടങ്ങേണ്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് മേ ബി ഒരു 2 or 3 എക്സ്പീരിയൻസ് ഈ ഒരു പർട്ടിക്കുലർ ജോബിന് റെലവെന്റ് ആണോ എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയുന്നതിൽ തെറ്റില്ല. ആ ജോബിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്തത്, നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡിന് എലിജിബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിനെ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ഒരുപാടായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് ഒരു 3 or 4 സെന്റൻസിൽ പറഞ്ഞു തീർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രാഞ്ച് മാനേജറുടെ കേസിലാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് നേടിയത് എന്നുള്ളത് ഒരു 3 or 4 സെന്റൻസിൽ പറയാം. ഇത് ഇത്രയും തന്നെ വലിച്ചു നീട്ടി പറയണമെന്നില്ല. നിങ്ങൾക്ക് ഒരു 2 or 3 ഈ ഒരു പർട്ടിക്കുലർ ജോബ് ഇന്റർവ്യൂവിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് പറഞ്ഞാൽ മതിയാകും. അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് 2 അവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ഫ്രഷർക്ക് എന്ത് അച്ചീവ്മെന്റ്സ് ആണ് പറയാൻ വേണ്ടിയുള്ളതെന്ന്. ഫ്രഷർക്ക് ഡെഫിനറ്റ്ലി നമുക്ക് അവർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം, പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഇനി ഒരു നല്ലൊരു കമ്പനിയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തതെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസിനെ കുറിച്ച് പറയാം, നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസിനെ കുറിച്ച് പറയാം. അങ്ങനത്തെ കാര്യങ്ങൾ ആ ഒരു പാർട്ട് 2ൽ വളരെ ചുരുക്കി പറയാവുന്നതാണ്. ഞാനിവിടെ ഒരു ഫ്രഷറിൻ്റെതും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ നമുക്കതിനെ ഫ്രെയിം ചെയ്തെടുത്ത് പറയാവുന്നതാണ്. ഇത്രയും പറഞ്ഞാൽ നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞിട്ടുണ്ട്.
ഇനി പാർട്ട് 3യിലേക്ക് പോകുമ്പം ഈ ഇന്റർവ്യൂവിന് നിങ്ങളെ എന്തുകൊണ്ട് അവർ ഹയർ ചെയ്യണം? അതിന്റെ ഒരു ആൻസർ ആയിരിക്കണം നമ്മൾ ലാസ്റ്റ് പോർഷനിൽ കൊടുക്കുന്നത്. ഒരു കൺക്ലൂഷൻ പോലെ തന്നെ. നിങ്ങൾ ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? എൻ്റെ ഇത്രയും നാളത്തെ ഇന്ന എക്സ്പീരിയൻസ് കൊണ്ട് ഐ ആം കോൺഫിഡന്റ് ഇനഫ് ടു ഹാൻഡിൽ ദിസ് പർട്ടിക്കുലർ പൊസിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കതിനെ ഒരു കൺക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞു പോകാവുന്നതാണ്. അത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് 3 ആയി. ഞാനത് ഇവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിന് എങ്ങനെ പറയാമെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി അതേസമയം ഫ്രഷർക്കും ഇതേപോലെ തന്നെ പറയാവുന്നതാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പാർട്ട് 3 ഫ്രഷർക്കും ഇട്ടിട്ടുണ്ട്. ഈ 3 പോർഷനും നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് അവിടെ കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും, അയ്യോ എനിക്ക് വേറെയും കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെയും കുറെ എക്സ്പീരിയൻസ് ഉണ്ട്, അതൊന്നും ഞാൻ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ടിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഡെഫിനറ്റ്ലി അതൊന്നും പറയേണ്ടെന്ന് ആവശ്യമില്ല. ഇൻ കേസ് ഇന്റർവ്യൂവറിന് നിങ്ങളുടെ റെസ്യൂമെ ഗോ ത്രൂ ചെയ്യുമ്പം എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ആസ്ക് മോർ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദാറ്റ്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പം ഒരു ഫ്രഷർക്ക് ഇത് ഞാനിവിടെ മൊത്തത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിന് ഈ ഒരു രീതിയിലും നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഫ്രെയിം ചെയ്യാവുന്നതാണ്. അപ്പം ഇനി സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വളരെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ.